എന്റെ ഭർത്താവ്. ഭർത്താവ്? എടി, ഞാൻ ജയിലിലായിരുന്നപ്പോൾ നീ നിന്റെ ഇഷ്ടത്തിന് നടത്തിയ വിവാഹമായത് അല്ലേ? അതെ. എല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. നീ ചോദിച്ചിലൂടെ അച്ഛനെന്ന് പറഞ്ഞാൽ എന്താണ്, ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണടി, അമ്മ എന്ന് പറഞ്ഞാൽ എന്താണടി? അവന്റെ കാര്യം പിടിച്ച് മാറ്റി. എടി, നിന്നോടാണ് പറയുന്നത്. വേണ്ട അളിയ. അളിയ, അവളെ പിടിച്ചിരുന്നു. അല്ലാ, ഇതെന്താണ് ചെരുപ്പിന് പോളിസ് ഇടുന്ന? ഇനി മേലാൽ ഇങ്ങനെ വല്ലതും ഞാൻ കണ്ടുപോയാൽ പോകുന്നു എന്റെ മുമ്പിൽ നിന്ന് രണ്ടുപേരും. ആ കൃഷ്ണ, ഈ മാധവൻ നമ്മളുടെ കടയിൽ വന്നു. ഈ വെളുത്ത് തണുത്ത വെള്ളപ്പം പോലെ ഇരുന്ന അവന്റെ മോന്ത. പിന്നെ അമ്മ പിടിച്ചോണ്ട് വന്നു. കുറച്ചു കാലത്തേക്കുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എടാ അബ്ദുള്ള, എന്റെ മനസ്സിൽ ഒരു സ്വസ്ഥതയുമില്ലടാ. ആ വൈദ്യൻ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് നാളത്തേക്ക് ഈ കത്തിയൊന്നും ഞമ്മക്ക് താ. ഞമ്മക്ക് ഈ പറ്റുകാർ കുറച്ച് കായ വേണ്ട. ഇതൊന്ന് കാണിച്ചാൽ കായൊക്കെ ഞമ്മളൊന്നും. എടാ, എന്റെ തീരുമാനത്തിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അത് നീ മനസ്സിലാക്കണം. യശോദേ, യശോദേ, ഒരു മുസ്ലിം സ്ത്രീയാ ഏറ്റവും എടുത്ത് അപ്പുറത്ത് വന്നു. ഔട്ടെടുത്ത് കിടത്തിയാ കിടത്തി. നിങ്ങൾ വേഗം ചെന്ന് വൈകാരി വിളിച്ചിട്ട് വന്നേ. വേണ്ട, പിടിച്ച് പുറത്താക്കവളെ. അവൾ ഭർത്താവിനെ വഞ്ചിച്ചവളായിരിക്കും. കൃഷ്ണ, നിന്റെ പ്രാന്ത് ഇപ്പൊ കാണിക്കരുത് കേട്ടാ. ഞാൻ മാധവ, ഇത് ഞാൻ പോയിട്ട് നമ്മൾ പോയിട്ടേ നമ്മുടെ വീട്ടുകാരത്തിന് ഇങ്ങോട്ട് പറഞ്ഞേക്കാം. എന്റെ പൊന്ന് കൃഷ്ണ, നീ ഒരു അക്ഷരവും ഉണ്ടല്ലോ. നീ ആരാടാ എന്നോട് പറയാൻ? ആ കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. യശോദേ, മോളാവുത്തുവോ? ഞാൻ ജയിൽ വിട്ട് വരുന്നതിന് മുമ്പ് നീ പ്രസവിച്ചു പോയി. അല്ലെങ്കിൽ നിന്നെ പോലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. വന്നാൽ ചേട്ടാ, എന്റെ പൊന്നു ചേട്ടാ, ചേട്ടനകത്ത് വരുന്നേ. ചേട്ടാ, ചേട്ടൻ അങ്ങോട്ട് പോ. അയ്യോ ചേട്ടാ, എന്റെ ഉമ്മേ, ഞാൻ വന്നത് ഒരാളെ കാണാനാ. കരയാ. യശോദേ, 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 എടി, ആ ശബ്ദം എനിക്ക് കേൾക്കാൻ വയ്യ. അത് ഞാൻ നിർത്തും, അല്ലെങ്കിൽ അവളെ നിരത്തിലേക്ക് മരിച്ചെടി. എടി, എന്റെ ഭാര്യ ഒരു ദിവസം എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് കേൾക്കാൻ ആർത്തിയോട് കാത്തിരുന്നവനാണ് ഞാൻ. എന്നിട്ട് ചേട്ടാ, പല സ്ത്രീകളും പുരുഷന്മാരെ വഞ്ചിച്ചിട്ടുണ്ട്. പുരുഷന്മാർ സ്ത്രീകളെ വഞ്ചിക്കാറില്ല. ഈ പെണ്ണ് ആരുടെ കുഞ്ഞിനെ പ്രസവിക്കാനാ നൊമ്പരം കൊള്ളുന്നതെന്ന് ചേട്ടനറിയാമോ? പണ്ട് ചേട്ടന്റെ കൊച്ചുമുതലാളിയായിരുന്നല്ലോ ആലി ഹാജിയുടെ മോൻ മുസ്തഫ. അയാൾ കല്യാണം കഴിച്ചോളാന്നും പറഞ്ഞ് വഞ്ചിച്ചതാ ഇവിടെ. ഇന്ന് അയാളുടെ കല്യാണക്കാര്യം കേട്ടപ്പോൾ നിറഞ്ഞ വയറുമ ഇറങ്ങി തിരിച്ചതാ. ചേട്ടൻ ചെല്ലാത്ത
എന്ത് വേണമെങ്കിലും ചെയ്യും. ഇനി അവൾ മരിക്കുന്നതന്നെ നല്ലത്. അത് ചേട്ടന്റെ കൈയുണ്ടോ അതിനകത്ത്? ചെറിയായിട്ടോ തൊട്ട് എന്റെ ഗുരുവായൂരപ്പ ഇല്ല മോളെ, ഗുരുവായൂരപ്പ അവള് മരിച്ചു. ചേട്ടാ ബ്രാൻകുട്ടി, ഓ 500 റുപ്യ ഉണ്ട്. ഉണ്ടാവും. നല്ല ആടുകളെ നോക്കി മേടിച്ചോ. ഓ വേണേല് ആ ഇറച്ചിക്കാരൻ മൈമതിനെയും കൂട്ടിക്കോ. ഓ അല്ലാ, ആ നീ മുസ്തഫാനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്ക്. ഓ മുസ്തഫ, മോനെ മുസ്തഫോ, മോനെ മുസ്തഫ. എന്താ ദേ വാപ്പ വിളിക്കണുള്ളേ. കല്യാണക്കുറി അടുപ്പിച്ച് കിട്ടിയാ? ഇന്ന് കിട്ടും. എന്നാ താമസിപ്പിക്കണ്ട. വയ്യാൻ നേരം ആപ്പീസിൽ നിന്ന് റൈറ്ററെ നമ്മൾ ഇങ്ങോട്ട് അയക്കാം. മേവിലാസം എഴുതി എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിച്ചോ. കൃഷ്ണനും വന്നല്ല. നമ്മളിപ്പോ വന്നത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. എന്താ? ഇന്നലെ രാത്രി നമ്മളെ ആൾക്കാർക്ക് ഒരു പെണ്ണ് കൃഷ്ണന്റെ വീട്ടിൽ വന്ന് കിടന്നിട്ട് പെറ്റ ഉടനെ തന്നെ മരിക്കുകയും ചെയ്തു. ഏതാവള്? അവർക്ക് കൂടും കുടുംബമൊന്നും ഇല്ലായിരുന്നു. ചോദിക്കാനും പറയാനും പറ്റിയില്ല. പേര് സൈനബെന്ന. വീട് മുതലാളിയുടെ എസ്റ്റേറ്റിന്റെ അടുത്തങ്ങണ്ട. വല്ല തേവിച്ചൂരുമായിരിക്കുന്നു. അല്ല, വന്നു കയറി പെറാൻ കണ്ട ഒരു സ്ഥലം. ഇതിനകത്ത് മുസ്ലിമീങ്ങളുടെ വീടൊന്നുമില്ല. ഓ, എന്ത് അനാഥയിലാണോ? ഇപ്പോഴാവുന്നു അല്ലെങ്കിൽ ഞമ്മക്ക് നേരെയില്ല. ആ മയ്യത്തെടുക്കാൻ പൈസ വേണ്ടി വരും അല്ലേ? അതിനും വേണ്ടിയിട്ടാണ് വന്നത്. മയ്യത്ത് കുളിപ്പിക്കണത് എടുക്കണത് എവിടെ നിന്നാണ്? അത് ഞമ്മളെ പറയുന്നതാക്കാം. ആ കുട്ടി എന്താക്കി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ ഇന്ന് നടക്കട്ടെ. മോനെ മുസ്തഫ, ഒരു 25 റുപ്യ അത്തലക്ക് കൊടുക്കും.